കമ്പ്യൂട്ടേഴ്സ്. ഇന്ന് നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം നോക്കുന്നത്. ഡിസൈനിങ്ങിന്റെ കുറച്ച് തിയറി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കൂല, ഒന്ന് ഓടിച്ച് പറയേ ഉള്ളൂ. കാരണം നമ്മൾ ഡിസൈനേഴ്സ് അല്ല, നമ്മൾ ടീച്ചേഴ്സാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. നമ്മൾ പ്രോംപ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും അതിന്റെ റൂൾ അനുസരിച്ച് പോകാനായിട്ടാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കി പോകുന്നത്. നമ്മുടെ ക്ലാസ് റൂം ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് റൂമിനകത്ത് ബാച്ച് 6-നകത്ത് ഒന്നുമില്ല. പോസ്റ്റ് പോസ്റ്റ് ഡേ 3. ഡേ 3 ഇപ്പൊ വന്നിട്ടുണ്ടാവും. അപ്പൊ നോക്കാവുന്നവർക്ക് എന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക. ഡേ 3 ഇപ്പോൾ എനേബിൾ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു നോട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഡിസൈൻ ലെസൺ നോട്ട്സ് എന്ന് പറഞ്ഞ്. ഇന്നത്തെ കുറച്ച് തിയറി കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ സമയം കിട്ടുന്ന മുറയ്ക്ക് വായിച്ചു നോക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പറഞ്ഞു കൂടി പോയോ. ഇത് കളർ തിയറി, ഡിസൈനിങ്ങിന്റെ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഒരുപാട് നമ്മൾ ചുറ്റും മാർക്കറ്റിങ്ങിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും മാർക്കറ്റിംഗ് ആയിട്ട് അല്ലേ. ഒരു മാഗസിൻ എടുത്തിരുന്നാലും നമ്മുടെ സ്കൂളുകളുടെയൊക്കെ പോസ്റ്ററുകൾ നോക്കിയിരുന്നാലും എല്ലായിടത്തും മാർക്കറ്റിങ്ങിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ഡിസൈനേഴ്സ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ കളർ എന്നാണ്. കളർ എന്ന് പറയുന്നത് ഒരാള് ഒരു ഹോർഡിങ്സ്, ഒരു വലിയൊരു ഹോർഡിങ്സ് റോഡിൽ വെച്ചേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം ഒരു മനുഷ്യന്റെ നോട്ടം പോകുന്നത് നിറത്തിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ നിറത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത്. കളർ ഈസ് ദ ഫസ്റ്റ് തിങ് യുവർ ഓഡിയൻസ് നോട്ടീസസ് ബിഫോർ റീഡിങ് എ വേർഡ്. നമ്മളൊരു വാക്കുകളൊക്കെ വായിക്കുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ കളർ നോക്കും, പിന്നെ ആയിരിക്കും അതിന്റെ മോഡലിനെ നോക്കുക, പിന്നെ ആയിരിക്കും അതിന്റെ വേർഡിങ്സ് ഒക്കെ നോക്കുക. Understanding how colors work together lets you create design that feel intentional and professional rather than random. ഓക്കെ. അപ്പോ കളർ നമ്മളെപ്പോഴും ഒരു പ്രാധാന്യമുണ്ട് ഓരോ കളറിനും. ഇപ്പം റെഡ് എന്ന് പറയുന്നത് വാമും അർജൻസി കാണിക്കാനും എനർജി കാണിക്കാനൊക്കെ റെഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ യെല്ലോ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും പ്ലേഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യെല്ലോ. ഗ്രീൻ നമുക്കറിയാം, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നതാണ്. ഗ്രോത്തിനെ കാണിക്കാൻ ഉണ്ട്, കാംനെസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഒരു പ്രൊഫഷണൽ ബേസ് ചെയ്തിട്ടൊക്കെ പറയാം. നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു സാധനം കൊടുക്കാം. ഈ എനർജി എനർജിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ് ഉപയോഗിക്കുന്നുണ്ട്, ഗ്രീനും ഉപയോഗിക്കുന്നുണ്ട്. ഗ്രോത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രീൻ കാണിക്കുന്നുണ്ട്. ബ്ലൂ ബ്ലൂ എന്ന് പറയുന്ന ട്രസ്റ്റ്, ബാങ്കുകൾക്കൊക്കെ നമ്മൾ കൂടുതലും ബ്ലൂ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സൈക്കോളജി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആ പെർട്ടിക്കുലർ കളർ എണ്ണ സെലക്ട് ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീൻ ഉണ്ടല്ലോ അല്ലേ? യെസ്. സ്ക്രീൻ ആണ്. ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി കാണിക്കാനും കൂൾനെസ് അങ്ങനെയൊക്കെയുള്ള ചെയ്യാനായിട്ടാണ് ബ്ലൂ കളറിൽ. അപ്പോൾ ഒരു ഡിസൈനായിട്ട് ഒരു ഡിസൈൻ കമ്പനിയെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് ഏതാണ് അവരുടെ സ്ഥാപനം എന്ന് മനസ്സിലാക്കിയായിരിക്കും ഈ ഡിസൈനേഴ്സ് ഈ റൂൾ ബേസ് ചെയ്തിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇപ്പൊ വയലറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി കാണിക്കാനും ലക്ഷറി കാണിക്കാനും ഒക്കെ വയലറ്റ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഒരു ഓവറാൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പ്രധാന റൂളാണ് 60-30-10 എന്ന് പറയുന്ന റൂൾ. ഇത് ഉറപ്പായിട്ട് പല ഇപ്പൊ സിനിമ ഫീൽഡിലായിരുന്നാലും ഫോട്ടോഗ്രാഫി മേഖലയിലായിരുന്നാലും നമ്മൾ സാധാരണ ഗ്രാഫിക് ഡിസൈൻ പോസ്റ്റ് ഡിസൈനിങ്ങിലൊക്കെ ഈ 60-30-10 എന്ന് പറയുന്ന റൂള് ബാധകമാണ്. എന്താണ് ഈ 60-30-10? ഈ കാണുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ, ഇതൊരു മൊത്തത്തിൽ ഒരു പിക്ചറായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പിക്ചറിന്റെ 60 ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. 60% ഒരു പോസ്റ്റർ ആണെന്ന് സങ്കല്പിച്ചോളൂ. എങ്കിൽ 60% ബ്ലൂ ആണ്. ഗ്രീനിന് ഒരു 30% കൊടുത്തിട്ടുണ്ട്. പിന്നെ 10% ഈ റെഡിന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ റെക്കോർഡിംഗ് വർക്കിംഗ് ആണല്ലേ? ചെക്ക് ചെയ്തോട്ടെ.
യെസ്, റെക്കോർഡിംഗ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഈ തിയറി. ഇത് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു എന്താ നോക്കാം, ഒരു പോസ്റ്റർ കണ്ട് പറയാം, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുക. ഇതില് 60% ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും ഉപയോഗിക്കുക, 30% സെക്കൻഡറി കളറിന് പ്രാധാന്യം കൊടുക്കും, 10% ഒരു ആക്സന്റ് കളറിന് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ഒരു തയ്യാറാക്കിയ ഒരു പോസ്റ്റർ ഞാൻ ഉള്ളിൽ പിൻട്രസ്റ്റ് ആണ് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്. പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിസൈനേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതിന്റെ റെഫറൻസ് എടുത്തൊക്കെയാണ് അവര് കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത്. അതിന്ന് എന്താണ് പറയണേ, അതിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ആ ഒരു റെഫറൻസ് പിടിച്ചിട്ട് അതുപോലെ മറ്റൊരെണ്ണം തയ്യാറാക്കിയാണ് ഡിസൈനേഴ്സ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് സൈറ്റുകൾ ഉണ്ടായാലും ഒന്നാണ് പിൻട്രസ്റ്റ്. അപ്പൊ ഈ പിൻട്രസ്റ്റിനകത്ത് നമ്മൾ ഈ പറയുന്ന 60-30-10 എന്ന് പറയുന്ന സാധനം മിക്ക പോസ്റ്ററുകളിലും, മിക്ക സിനിമാറ്റിക്കിലും, മിക്ക ഫോട്ടോസിലും ഒക്കെ അവർ ഉപയോഗിക്കും. ഈ കാണുന്ന ലേഡിയുടെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ 60-30-10 ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ കളർ, ഇതിനെയാണ് അവര് ഒരു ബ്ലൂയിഷ് കളറൊക്കെയാണ്, അത് ഗ്രേഡിയന്റ് ആണ്, പല കളർ വരുന്നുണ്ട്. എങ്കിൽ ഈ ഒരു കളർ ഒരു 60ഓളം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുടിയിലെ കളറ്, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് 4-5 കളർ വരുന്നുണ്ടെങ്കിലും ഒത്തിരി കളർ അവരതിനകത്ത് ചെയ്തിട്ടില്ല. ഇത് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു നോക്കാം. 60-30-10 റൂൾ പ്രകാരമുള്ള പോസ്റ്റർ എന്നാണ് ഞാൻ അടിച്ചു കൊടുക്കണേ. ഇതെടുത്തത് പിൻട്രസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നതെല്ലാം 60-30-10 റൂൾ പ്രകാരം, അതൊരു കോമൺ റൂളാണ്, എഴുതപ്പെട്ടിട്ടുള്ളതെന്നല്ല, ഒരുവിധമുള്ള ഇതിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ റൂള് തന്നെ അവരൊരു പോസ്റ്ററാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂൾ തന്നെ ഒരു പോസ്റ്ററാക്കി ചെയ്ത്, ഇതിനകത്ത് ഈ ബ്ലാക്ക് കളറിനാണ് 60% കൊടുത്തിരിക്കുന്നത്. ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട 60-30-10 റൂൾ, കളർ. രണ്ടാമത് ഇതിൽ 30 എത്രയായിരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഗ്രീൻ ആണ് 30 വന്നേക്കുന്നത്. ഗ്രീൻ ആണോ വൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ബ്ലാക്കിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് വളരെ മിനിമലിസ്റ്റ്, നല്ല രസമുള്ള, വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. ഈ കാണുന്ന കളർ കോംബോ എന്ന് പറയുന്ന ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്തും അത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് അവർ ഫോളോ അപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത്. ഈ മെഷീൻ, അതായത് AI പോലും ഇങ്ങനത്തെ ഒരു സാധനത്തിലൂടെയാണ് പ്രവർത്തിച്ച് നമുക്ക് എന്തുണ്ടാക്കി തരുന്നത്, റിസൾട്ട് തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. ഇനി മുതൽ നമ്മൾ കാണുന്ന പോസ്റ്ററുകളിലൊക്കെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റൂൾ, ഏത് കളറിനാണ് പ്രാധാന്യം കൊടുത്ത്, ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ ഓറഞ്ച് കളറിനാണ് പ്രാധാന്യം കൊടുത്ത് ഈ കാണുന്ന ഡിസൈന് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ട്. ഇത് 30 കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലാക്കിന് ഒരു 10 ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതൊരു ഈ കളറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പരിപാടിയാണ്. കളർ ഹാർമണി കൃത്യമായിട്ടും ആ ഒരു ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനെയാണ് കളർ ഹാർമണി എന്ന് പറയുന്നത്. റീഡബിലിറ്റി റൂള്, കോൺട്രാസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സിന് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കളർ ആയിരിക്കും നമ്മൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? യെസ്, പറയൂ ടീച്ചർ. ഒരു എന്താണ് ചോദിക്കും? എന്താ? ഹലോ? ആ, ചോദിച്ചല്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെ ഈ എന്താ പറഞ്ഞു തന്നെ, ബ്ലാക്ക് ബോർഡിലാണ് നമ്മൾ എഴുതണമെങ്കിൽ ചോക്ക് വൈറ്റ് ആയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ അതുപോലത്തെ ലൈറ്റ് കളർ ആയിരിക്കും. എപ്പോഴും അതിന്റെ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഫ്രണ്ടിലത്തെ കളർ ലൈറ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ എങ്കിൽ മാത്രമേ
വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കളറിന് എപ്പോഴും അങ്ങനെ ഒരു പ്രത്യേകത വേണം. നമ്മളിപ്പോ കാണുന്ന ടെക്സ്റ്റ് പോലും ബ്ലാക്ക് വൈറ്റും ഇതൊരു ഗ്രേ കളറൊക്കെയാണ് ഈ ഫോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഡിസൈനേഴ്സ് അല്ല എങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു സാധനം ഒരു പോസ്റ്റർ നമ്മൾ AI വെച്ച് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അത് റീഡബിൾ ആയിരിക്കണം. ഒത്തിരി കളർ, 3 കളർ മാക്സിമം, അതിൽ കൂടാൻ പാടില്ല. ഈ ഫോണ്ടുകളിലും ഒക്കെ ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും. എല്ലാം നമ്മൾ ഇത് കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും പണ്ട് മുതലേ നമ്മൾ ചാർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിലായിരിക്കുമല്ലോ ചെയ്തു വന്ന. അത് ആ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു. ടൈപ്പോഗ്രാഫി ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫോണ്ട് എങ്ങനത്തെ ഉള്ളതായിരിക്കണം, അതിനകത്ത് കൊടുക്കുന്ന സൈസ് എങ്ങനെയുള്ളതായിരിക്കണം, അതിനകത്ത് കൊടുക്കുന്ന മറ്റു എത്ര ഫോൺസ് ഉപയോഗിക്കണം. കളർ പറഞ്ഞ പോലെ തന്നെ 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ രണ്ട് തന്നെയാണ്, അതിൽ കൂടുതൽ ഫോണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ക്യാൻവയൊക്കെ പരിചയപ്പെടും ആ സമയത്ത് ഫോണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ 1 അല്ലെങ്കിൽ 2 പറ്റിയ ഒന്നിൽ നിർത്തിയാൽ ഏറ്റവും നല്ലത്. ഹെഡിങ് 1 നമ്മൾ പത്രം എടുക്കുകയാണെങ്കിൽ ഹെഡിങ് 1 ഏറ്റവും വലുതായിരിക്കും. ഹെഡിങ് 2 കുറച്ച് ചെറുതായിരിക്കും. സബ് ഹെഡിങ് അതിനേക്കാളും ചെറുതായിരിക്കും. ബോഡി ടെക്സ്റ്റ് ചെറുതായിരിക്കും. ഒരു പത്രത്തിന്റെ പേര് കാണിക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും വലുത്. പിന്നെ അതിൻ്റെ അകത്ത് കാണിക്കുന്ന മെയിൻ ഹെഡിങ് കുറച്ചും കൂടെ ചെറുതായിരിക്കും. നമുക്ക് അറിയാവുന്നുള്ളത് നമ്മൾ എഴുതുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യുക. പിന്നെ യൂസ് കേസ് ഒന്ന് നോക്കുകയാണ്. ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോൾ കാലിബ്രി എന്ന് പറയുന്ന ഒരു ബോൾഡ് ആണ് ഏറ്റവും ഉത്തമം എന്ന് പറയാണ്. റിപ്പോർട്ടും ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ജോർജിയ എന്ന് പറയുന്ന ഫോണ്ട് ഉപയോഗിക്കാം. പോസ്റ്റർ തയ്യാറുമ്പോൾ ഏരിയൽ ബ്ലാക്ക് തയ്യാറാക്കുന്നതായിരിക്കാം നല്ലത്. വർക്ക്ഷീറ്റ് പറയുമ്പോൾ ട്രിബുച്ചറ്റ് MS എന്നൊക്കെ, അതൊക്കെ നമ്മുടെ സൗകര്യത്തിന് നമ്മളങ്ങ് കൊടുക്കുക. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ അത് റീഡബിൾ ആയിരിക്കണം. കുട്ടിക്ക് വായിക്കുമ്പോൾ റീഡബിൾ ആയിരിക്കും, അതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പോൾ ഫോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഒരു അലൈൻമെന്റ് ബേസിലായിരിക്കും ഓരോ ഡിസൈനും വരേണ്ടത്. അത് നമുക്ക് അങ്ങനെ ആയിരിക്കും തരുന്നത്. ആര് AI തയ്യാറാക്കി തരുന്ന അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് അതിനകത്ത് ഒരു ലേ ഔട്ട് ഉണ്ടാകും. ഏതൊരു ഡിസൈൻ എടുത്ത് നോക്കിയിരുന്നാലും, നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഡിസൈൻ എടുത്ത് നോക്കിയിരുന്നാലും അതിനകത്ത് ഒരു ലേ ഔട്ട് ഉണ്ടാവും. അതിനൊരു ഉത്തമ ഉദാഹരണം ഇപ്പോൾ ഞാൻ കണ്ടു. ഒന്ന് വലുതാക്കി കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു ലേ ഔട്ട് പ്രകാരമാണ് അത് അസംബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ പെട്ടെന്ന് ഇതിന് ഇങ്ങനെ ഒരു കുഴപ്പമാണ്. ഇത് ഈ ഒരു ഞാനിപ്പം മൗസ് വെച്ചേക്കുന്നത് അതിനകത്ത് ഒരു കൃത്യമായിട്ട് ഒരു ലെഫ്റ്റ് അലൈൻമെന്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ നേരെ പ്രൈസുകളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിലാണ്. ആ ഒരു അലൈൻമെന്റ് കീപ്പ് ചെയ്ത്, ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലോയിലാണ് ആ ഇത് പോകുന്നത്. 1 6 മോഡലില് ആ ചിത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഇങ്ങനെ 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 ഒരു കുളം നടുക്കത്തെ കോളത്തിലൊന്നുമില്ല. ഈ ഡിസൈനിൽ നടുക്കത്തെ കോളത്തിലൊന്നുമില്ല. ഈ രണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യം. ഓക്കെ, അതിൽ കൂടുതൽ പറഞ്ഞ സമയം പോലില്ല, കാരണം നമുക്കിനി കുറച്ചധികം ഡിസൈൻസ് AI കൊണ്ട് ചെയ്യിക്കണം. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. നമ്മളെ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട് B6 ഇന്നത്തെ Day 3 പറയുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കും. നമ്മൾ AI കൊണ്ട് പോസ്റ്ററുകൾ തയ്യാറാക്കിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് എടുത്ത് ഒരു മലയാളം പോസ്റ്ററിൽ അദ്ദേഹം തുടങ്ങിയ മലയാളം മലയാളം സ്റ്റോറി വരട്ടെ. സ്റ്റോറി വരട്ടെ. വേണ്ട, ടെക്സ്റ്റ് ഓറിയന്റഡ് അല്ല, ഞാനൊരു പോസ്റ്റർ തന്നെ ഉദ്ദേശിച്ചത്. പോസ്റ്റർ വരട്ടെ. നല്ല രസമുള്ള ഒരു പോസ്റ്റർ വന്ന് നമ്മൾ അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതുപോലെ അതിന്റെ മറ്റൊരു ഇത് തയ്യാറാക്കാൻ പോവേണേ. ഒത്തിരി നല്ല രസമുള്ള ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകളുണ്ട്. ഈ മാജിദ എന്ന് പറയുന്ന അവരുടെ പോസ്റ്റർ, ഇതൊക്കെ നല്ല രസമുണ്ട്. ഈ തുടരും എന്ന് പറയുന്നത്, ഈ തുടരും ഞാൻ ഒന്ന് പിടിക്കുകയാണെ. തുടരും എന്ന് പറയുന്നതിന്റെ പുതിയ ഒരു പേജ് എടുത്ത് അതിന്റെ ഒരു ജസ്റ്റ് കോപ്പി എടുത്ത് നമ്മൾ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുള്ള പോലെ കോപ്പി എടുത്ത് ChatGPT കൊണ്ടുപോയി പാലക്കാടിൽ പ്രദർശനം ഇങ്ങനെ ഒരു സാധനം, ഈ ഒരു സാധനം ഞാൻ ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ചാറ്റ്
GPT പുതിയ പ്രോംപ്റ്റ് എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് കൊടുക്കും. എന്നിട്ട് അതിനകത്ത് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ക്രിയേറ്റ് മീ ക്രിയേറ്റ് മീ പ്രോംപ്റ്റ്. എനിക്ക് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാനാണ് പറയാൻ. ഫോർ ജനറേറ്റിംഗ് ജനറേറ്റിംഗ് സിമിലർ പോസ്റ്റർ എന്നോ ഡിസൈൻ എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഡിസൈൻ, ഇതുപോലൊരു ഡിസൈൻ ഉണ്ടാക്കേണ്ട ഒരു ഈ പ്രോംപ്റ്റ് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത കോപ്പി എടുത്ത് നമ്മുടെ ക്ലാസ്സിൽ ഇടുകയാണെ. സിമ്പിൾ AI പോസ്റ്ററിനകത്താണ് കിടക്കുന്നത്. അതിനകത്ത് എഡിറ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് പ്രോംപ്റ്റ് ഈ ഫസ്റ്റ് പ്രോംപ്റ്റ് ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഈ ഇനി അത് പ്രോംപ്റ്റ് ആക്കി തരും. എന്തൊക്കെയാ പറയുന്നത്? ക്രിയേറ്റ് എ സിനിമാറ്റിക് മലയാളം മൂവി സ്റ്റൈൽ പോസ്റ്റർ ഫീച്ചറിങ് എ വിൻറ്റേജ് ബ്ലാക്ക് അംബാസഡർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഇതിനെ ഞാൻ ആദ്യം ഒന്ന് ജനറേറ്റ് ചെയ്യണേ. ഇതിനെ അത്ര എടുത്ത് 4:5 റേഷ്യോയിലാണ് പുതിയ ചാറ്റ് എടുക്കണം. മറ്റേ എന്റെ മെമ്മറി വേണം. എനിക്ക് ആ പ്രോംപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ തയ്യാറാക്കി തരുമെന്ന് പറയുന്നു. അംബാസഡർ കാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊടുക്കുകയാണേ. ഇപ്പൊ ഒരു പ്രോംപ്റ്റ് ഞാൻ ജനറേറ്റ് ചെയ്യും. ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റർ ഞാൻ സെലക്ട് ചെയ്തു, അതിനെ കോപ്പി എടുത്തു. ഇനി എനിക്ക് വേണ്ടത് എന്ത് ചെയ്യണം? അതിന്റെ പ്രോംപ്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ ഇത് വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കി. പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? പ്രോംപ്റ്റ് ചാറ്റ് GPT എനിക്ക് ഉണ്ടാക്കി തന്നു. അതിന് ഞാൻ മറ്റൊരു പുതിയൊരു പേജ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് പേസ്റ്റ് കൊടുക്കുകയാണ്. ഇതെന്താണ് പരിപാടി എന്ന് മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ള എന്ത് പോസ്റ്റർ കണ്ടാലും നമുക്ക് അതിന്റെ മറ്റൊരു വേർഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കണ്ടോ എന്ത് രസമായിട്ട് തയ്യാറാക്കി തന്നോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ ടീച്ചർ ഒരു പോസ്റ്റർ തയ്യാറാക്കി, എന്തായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ തോന്നും, ആ എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാം. ഒന്നുമില്ല, പതുക്കെ അതിനെ ഇങ്ങനെ എടുക്കുക, ചാറ്റ് GPT കൊടുക്കുക, എന്നിട്ട് എന്ത് പറയാ, എന്തോ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ക്രിയേറ്റ് മീ പ്രോംപ്റ്റ് ഫോർ ജനറേറ്റിംഗ് സിമിലർ ഡിസൈൻ. ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ടാക്കാനുള്ള ഇത് തരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എനിക്ക് ഒരു പഞ്ചായത്ത് പ്രസംഗം എന്നാണ് പറഞ്ഞേക്കുന്നത്, അതൊക്കെ എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനത് എടുക്ക് പിടിക്കേ, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ ഈ ഞാൻ കൊടുത്തില്ലേ, ഈ ഇത്രയും സാധനത്തിനെ ഇങ്ങനെ കൊണ്ടുവരിക, കോപ്പി മെസ്സേജ് കൊടുത്തിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ക്രിയേറ്റ് സിനിമാറ്റിക് മൂവി, അതിൻ്റെ അകത്തുനിന്ന് വായിച്ച് നോക്കുമ്പോൾ ഈ പഞ്ചായത്ത് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആഡ് ലാർജ് റെട്രോ മലയാളം ടൈറ്റിൽ ടെക്സ്റ്റ് ക്രീം ഇൻക്ലൂഡ് സ്മാൾ സപ്പോർട്ടിംഗ് ടെക്സ്റ്റ് ആണ്. ഡിസൈൻ വന്നില്ല, മാട്രോ ഒന്നും വന്നതായിട്ട് കണ്ടില്ല. പഞ്ചായത്ത് പ്രസംഗം ഉണ്ടോ എന്നാണ് ഞാൻ നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്താൽ, ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ക്രിയേറ്റ് സിനിമാറ്റിക് മൂവി പഞ്ചായത്ത് കൺട്രോൾ. ഇല്ല, അപ്പൊ അത് AI തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ശബ്ദം എന്നൊക്കെ ഉള്ളത്. AI തന്നെയാണ് കൊടുത്തത്. ഇവിടെ ഒരിടത്തും നമ്മളെ പമ്പിലെടുത്തും അതിനെ കുറിച്ച് പറയുന്നില്ല. ആ, അപ്പൊ എന്താണ് ചെയ്യാൻ പറ്റണതെന്ന് പറഞ്ഞുതരാം. 12 വരും. ഓക്കെ, യൂസ് ക്ലീൻ മിനിമൽ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു സെന്റൻസ് കൊടുത്തിട്ട് അത് ഈ ഇതിനകത്ത് നമുക്ക് കൊടുക്കാം. പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞു തരാനായിരിക്കും സൗകര്യം. ഇപ്പൊ ഇതുപോലെ പോട്ടെ. ഐ വോണ്ട് ഇതിന്റെ താഴെയായിട്ട് ഐ വോണ്ട് ആഡ് ഐ വോണ്ട് ആഡ്
എ ടൈറ്റിൽ. ഐ വോണ്ട് ആഡ് എ ടൈറ്റിൽ. ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് മലയാളം നമുക്ക് മംഗ്ലീഷ് കീബോർഡ് എടുക്കാം. മംഗ്ലീഷ് കീബോർഡ്. മംഗ്ലീഷ് മംഗ്ലീഷ് കീബോർഡ് എടുത്തിട്ട് മലയാളം ടൈപ്പ് ചെയ്ത് നീ കൊണ്ടുവരാം. എന്റെ സ്കൂൾ മനോഹരമാണെന്ന് ടൈപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ ഇങ്ങനെ കോപ്പി എടുക്കാം. എന്റെ സ്കൂൾ മനോഹരമാണ്. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. ഈ ഇമേജിനാണ് എന്റെ സ്കൂൾ മനോഹരമാണ്. ഒരു മലയാള വാക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള ശ്രമമാണ് ടൈറ്റിലായിട്ട് കൊടുക്കുന്നത്. ഇനി റിമൂവ്, ഈ ഒരു പഞ്ചായത്ത് പ്രസംഗം റിമൂവ് എന്ന് പറഞ്ഞു കൊടുത്ത് ഇതിനകത്ത് തന്നെ റിമൂവ്, അല്ലെങ്കിൽ റിമൂവ് ഓൾ ടെക്സ്റ്റ് എന്ന് കൊടുത്തു, എല്ലാ ടെക്സ്റ്റും റിമൂവ് ആവും. എന്നിട്ട് നമുക്ക് ഈ പുതിയ ഇത് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പുതിയ പുതിയ പോസ്റ്റുകൾ തയ്യാറാക്കിയെടുക്കും. അതിന്റെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്രിയേറ്റ് മീ പ്രോംപ്റ്റ് ഫോർ ജനറേറ്റിംഗ് സിമിലർ ഡിസൈൻ. ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കേണ്ട പ്രോംപ്റ്റ് നമുക്ക് പ്രോംപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇമേജ് ജനറേറ്റ് ഇത് ഇങ്ങനെ ജനറേറ്റ് ചെയ്തതാണ്. എന്റെ സ്കൂൾ മനോഹരമാണ് ഉണ്ടോ? ഇങ്ങനെ നമുക്ക്, ഞാൻ വേറെ ഒന്നുമില്ല, എത്രയും എത്രയും ഡബിൾ കോഡ്സ് ഇതിനകത്ത് കൊടുത്തോളൂ. ഡബിൾ കോഡ്സിനകത്ത് ഇത്രേ കൊടുത്തോളൂ. മറ്റേ ടൈറ്റിൽ മാറി പുതിയൊരു ടൈറ്റിൽ വന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒരുപാട് ഇത് പ്രാക്ടീസ് ചെയ്യണേ. ഇങ്ങനത്തെ ഒത്തിരി ഫോട്ടോസ് ഇങ്ങനെ ഇതുപോലെ തന്നെ കാണാം. അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രോംപ്റ്റ് എടുത്ത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് ഇമേജിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ഇങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസൈനുകൾ വളരെ പെട്ടെന്ന് ചെയ്ത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു റിമൂവ് ഓൾ ടെക്സ്റ്റ് റിമൂവ് ഓൾ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിയുമ്പോൾ എല്ലാ എല്ലാ ടെക്സ്റ്റും റിമൂവ്. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ഒരു ടൈറ്റിൽ ഇതായിരിക്കണം, ഹെഡിങ് 1 ഇതായിരിക്കണം, ഹെഡിങ് 2 ബേസ്, സോറി ബോഡി ഇത്ര ആയിരിക്കണം, അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരും. ഓരോരുത്തരുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻസ് ജനറേറ്റ് ചെയ്യാം. ഡൗട്ട് ചോദിക്കാനാണോ മൈക്ക് എടുത്തത്? ടീച്ചേഴ്സ്, സുരേഷ് കുമാർ സാർ അല്ല? ഓക്കെ ഓക്കെ. അങ്ങനെ നമുക്ക് ഇതിപ്പോ ഞാൻ റിമൂവ് ചെയ്യാൻ കൊടുത്തതാണ്. അത് വരട്ടെ, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യണം. ക്യാൻവേ ഒന്ന് ഇപ്പൊ ഉണ്ടോ, എല്ലാം റിമൂവ് ആയി. ഇനി നമുക്ക് ഇതിന്റെ താഴെ ഞാൻ നേരത്തെ കൊടുത്ത ഐ വാണ്ട് ആഡ് എന്റെ സ്കൂൾ മനോഹരം ഇങ്ങനെ കൊടുക്കാം. നമ്മുടെ ഇംഗിതം പോലെ നമുക്ക് കൊടുക്കാം. അതോടെ അവിടെ നമുക്ക് ഇതിനിടയിൽ ക്യാൻവേ ഒന്ന് പറഞ്ഞു. ഓ, ഈ പിൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. ക്യാൻവ ക്യാൻവ എങ്ങനെ? ഒന്നുമില്ല, ഗൂഗിൾ എടുക്കുക, ക്യാൻവ കൊടുക്കുക. ക്യാൻവ ഒരുപാട് അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. അതിനകത്ത് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാന്നുള്ള കാര്യം. ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു ഈസി ലോഗോ നോക്കി വെച്ചാൽ. ക്യാൻവയ്ക്കകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണല്ലോ ആദ്യം അറിയേണ്ടത്. ക്യാൻവയ്ക്കകത്ത് നമുക്ക് മെയിൻ ആയിട്ടും ഇതൊരു ഗ്രാഫിക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഇതിനകത്ത് പോസ്റ്ററുകൾ തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാം. പിന്നെ പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കാം, ക്വിസുകൾ തയ്യാറാക്കാം, വീഡിയോസ് തയ്യാറാക്കാം.
പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാം, ഒരു ഇമെയിൽ ടെംപ്ലേറ്റ് ഉണ്ടാക്കാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു ടൂളാണ് ക്യാൻവ. ക്യാൻവയുടെ ഒരു 60-70% ഫ്രീ ആണ്. കുറച്ച് സാധനം മാത്രമേ പ്രീമിയം ആയിട്ടുള്ളൂ. അത് നമുക്ക് അധ്യാപകർക്ക് ഫ്രീ തന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല എങ്കിൽ ഓർമ്മിച്ച ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോ ഒരു 6 ബാച്ച് കിടക്കുന്നതുകൊണ്ട് ആർക്കൊക്കെ അയച്ചു എന്ന് എനിക്ക് ഓർമ്മ കിട്ടല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഒരു മെസ്സേജ് തന്നാൽ ഞാൻ അയച്ചു. എങ്ങനെ ടീച്ചേഴ്സിനെ ക്യാൻവ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, ആക്ടിവേറ്റ് ആക്കാം എന്നുള്ളതാണ്. ഓക്കെ, എളുപ്പമാണ്. ഇപ്പോൾ സർവീസിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവിടെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് ഒക്കെ ചെയ്യാം. ഇനി അല്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? നിങ്ങളുടെ TTC, B.Ed എന്നുള്ള സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ID കാർഡ്, ജോലിയുള്ളവർക്ക് എന്തായാലും ID കാർഡ് കാണുമല്ലോ, ID കാർഡ് അപ്ലോഡ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ആ സ്റ്റെപ്പ്, ആ വീഡിയോയിൽ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്താൽ ക്യാൻവ പ്രോ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാൻവയിലേക്കാണ് വന്നത്. ക്യാൻവ ഓപ്പൺ ആക്കി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഇതിനകത്ത് ഇതല്ല ആദ്യം വരുമ്പോൾ ഞാൻ ഒന്ന് സംസാരത്തിനിടയിലായി. ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. ഇതിനകത്ത് നിന്ന് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജോയിക്ക് ഏത് ഇമെയിൽ ഐ ഡിയിൽ ഇടണം. ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലാണ് കയറുക. ആക്ടിവേറ്റഡ് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഗ്രാഫിക്സ് വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത്, ഒരു ഡിസൈൻ ഉള്ള സാധനം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് സോഷ്യൽ മീഡിയ കാണിക്കും. ട്രെൻഡിങ് ആയിട്ട് പ്രിന്റബിൾസ്. സോഷ്യൽ മീഡിയ എന്താണ്? യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചേക്കുന്നത്. ഏത് ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നാലും വീഡിയോ ആയിരുന്നാലും എന്ത് പരിപാടി നമ്മൾ ചെയ്യുമ്പോഴായിരുന്നാലും ആദ്യം വേണ്ടത് സൈസ് സെറ്റ് ചെയ്യണം. ഇത് നമ്മളെ ഒരു ദിനചര്യയാക്കി വെക്കണം. എന്ത് ചെയ്തിരുന്നാലും ആദ്യം സൈസ് സെറ്റ് ചെയ്യണം. ചിലര് എല്ലാം ചെയ്തിട്ട് അവസാനം സൈസ് സെറ്റ് ചെയ്യാം, എല്ലാം കൂടെ വലിയ വിഷയം വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ സൈസ് സെറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാനാണ് ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഇടാനാണെങ്കിൽ, സ്റ്റോറി ഇടാനാണെങ്കിൽ അങ്ങനെ അത് കൊടുക്കുക. നമുക്ക് യൂട്യൂബിനകത്ത് തംബ്നെയിലും ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇപ്പൊ വീഡിയോ കൊടുത്താൽ വീഡിയോ ക്രിയേഷൻ, വീഡിയോയുടെ ഓപ്ഷൻ വരും. തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തംബ്നെയിൽ ഓപ്ഷൻ. അപ്പൊ ഞാൻ ഇപ്പൊ തമിഴിലാണ് കൊടുക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ശ്രദ്ധിക്കുന്നത് ആദ്യം യൂട്യൂബ് തമിഴിൽ തന്നെയാണ് എടുക്കുന്നത്. എങ്ങനെ എടുത്ത വീഡിയോ കാണിക്കാം, ക്രിയേറ്റീവ് കൊടുത്തു, സോഷ്യൽ മീഡിയ എടുത്തു, അതിനകത്ത് യൂട്യൂബ് തമിഴ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിനെ സെലക്ട് ചെയ്ത് അതിനെ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കി വരും. ഇനി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്ലൈൻഡ്ലി ഒട്ടും അറിവില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. ചെയ്യുന്നവര് കുറച്ചൊക്കെ അത് കണ്ടിന്യൂ പോകും, ഈ കൺവ ഉപയോഗിക്കുന്നവർ. ഇപ്പൊ ഇതിനകത്ത് കുറെ സാമ്പിൾ ഡിസൈൻസ്, ഒരുപാട് ഡിസൈൻസിൽ തരുന്നുണ്ട്. ഇതിനെ തമിഴിലാണ് പറയണം. തമിഴില്ല, സോറി, തീം. ഇതിന്റെ തീം എന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു തീം നമ്മൾ സെലക്ട് ചെയ്ത് അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ ഈ കുട്ടിയുടെ തീം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യാം, നമ്മളെ ഡിസൈൻ ആയി കഴിഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് പേരൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിലെ പേരൊക്കെ ടൈപ്പ് ചെയ്യാം. SHUPS എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് മാറ്റം അതാണ് അടിച്ച് പെട്ടെന്ന് ചെയ്ത് പോകാന്നുള്ള സാധനവും വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒരു ഡിസൈൻ എടുത്ത് ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് മറ്റൊരു ഇമേജ് ഈ എലമെന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാർട്ടൂൺ ഇമേജ് കിട്ടും. കാർട്ടൂൺ സ്കൂൾ സൂം ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ സ്ലോ ആണ്. സ്കൂളൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് കുറെ ഇമേജ് വന്നു. പിന്നെ അത് നമുക്ക് ആവശ്യമുള്ള സ്കൂൾ, ഈ സ്കൂളിലേക്ക് തൂക്കിയെടുത്ത് അതിനകത്ത് കൊണ്ടുവച്ചു. ഇവിടെ നിന്ന് പിടിച്ച് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അടിച്ച് റോളാക്കി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഇങ്ങോട്ടാക്കി കുറച്ചൊന്ന് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞ പരിപാടി കഴിയും. നമുക്ക് ആവശ്യമുള്ള മാറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താം.
ഇങ്ങനെയാണ് തീം എടുത്ത് വെച്ച് നമ്മളൊരു തീം സെലക്ട് ചെയ്യുക, ആ തീമിനെ എഡിറ്റ് ചെയ്യുക, കണ്ടന്റുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. കൂടുതൽ എന്താണ് നോക്കാനുള്ള ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. നമുക്ക് ഇത് ഒന്നും അല്ല, കൂടുതൽ ടെക്സ്റ്റ് വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് വലിയ ഫോണ്ട് ആണെങ്കിൽ ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞത് കൊടുത്തിട്ട് അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു കൊടുത്ത് അത് നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് അതിനകത്ത് അതിന്റെ കളർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കളറൊക്കെ മാറ്റാം. ഇതുപോലത്തെ ഒരെണ്ണം ചെയ്ത് നോക്കണം. സ്കൂളിന്റെ പേരൊക്കെ അടിച്ചു വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ഫ്രണ്ട് ഡാർക്ക് കളർ ആയിരിക്കണം നമ്മൾ കൊടുക്കാൻ. അത് ഏത് ഡാർക്ക് കളർ ആയിരുന്നാലും നമുക്ക് റീഡബിൾ ആയിരിക്കും. പിന്നെ ഒരു ബ്ലാക്ക് കൊടുത്തു. ഇനി നമ്മൾ പ്രിന്റിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിലൊരു സ്ട്രോക്ക് കൊടുക്കുന്ന രീതിയും കൂടെ ഉണ്ട്. അതെങ്ങനെ സ്ട്രോക്ക് കൊടുക്കുക, എങ്ങനെ കൊടുക്കും? ഇതിൽ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ എടുത്തറിയിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SHLP LP സ്കൂൾ, SHLP സ്കൂൾ എന്ന് ഞാൻ വെറുതെ ഒരു സ്കൂളിന്റെ പേര് അടിച്ചു കൊടുക്കുകയാണ്. ഈ സ്കൂൾ നമ്മൾ വലുതായിരിക്കുമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തിന്റെ ഇത് കാണിച്ചതുപോലെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ബ്ലാക്ക് കളറാണ് കൊടുത്തത്. എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് ഇതിന്റെ ഒരു സ്ട്രോക്ക് കൊടുക്കാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ അതിന്റെ അത് സ്ട്രോക്ക് വരും, ഉണ്ടാവും ഒരു ഗ്രേ കളർ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേ മാറ്റിയിട്ട് മറ്റൊരു കളർ. ആ വൈറ്റും ഈ ഇതുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറുകളായിരിക്കും നമ്മൾ അതിനകത്ത് കൂടുതൽ അപ്ലൈ ചെയ്ത് വരും. ഇപ്പോൾ വെള്ളം എടുത്തപ്പോൾ ഒരു ചെറിയ ഇത് തിരിച്ചു വന്നു. ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. നമുക്ക് ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് കളറുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെടുക്കാം, ഇതിൽ കാണിക്കുന്ന പോലത്തെ. ഓക്കെ, അത് ഇപ്പൊ ഈ കളർ സെലക്ട് ചെയ്ത് അതിന്റെ തിക്നെസ് നമുക്കൊന്ന് കൂട്ടി കൊടുക്കും. കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് പ്രൊജക്ട് ചെയ്യിക്കുന്നത്. ഒരു ചില വാക്കുകളും ചില ലെറ്ററുകളൊക്കെ പ്രൊജക്ട് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്. ഇനി അതിന്റെ കളർ വേണമെങ്കിൽ നമ്മൾ തകർത്ത കളർ നമുക്ക് ഒരു വൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ക്യാൻവയിൽ എക്സ്പേർട്ട് ആവും. ഇതെങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ വലിച്ച് കുറെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ചെറുതാക്കി വെച്ചേ. കമ്പ്യൂട്ടറിൽ ഇത്ര ഈസി ആവുള്ളൂ, ഫോണിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. ഇനി ഇതിന്റെയൊക്കെ കോപ്പി എടുക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഈ പ്ലസ് ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഉണ്ടോ? ആവശ്യമുള്ള കോപ്പിയൊക്കെ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. എളുപ്പം ചെയ്ത് വരുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. ചിലതിനെ ലോക്ക് ചെയ്ത് വെക്കണം. ഇതിനെ ലോക്ക് ചെയ്ത് വെക്കണ അതിലൊരു പൂട്ടുണ്ട്, ആ പൂട്ട് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് നമ്മൾ അബദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. അപ്പൊ ഇന്ന് ഈ ക്യാൻവയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു പുതിയൊരു ഡിസൈൻ എടുത്തു, അതിനകത്ത് ഒരു തീം സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എലമെന്റ്സ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു 10,000-കണക്കിന് എലമെന്റ്സ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട എലമെന്റ്സ് ഒക്കെ സെർച്ച് ചെയ്ത് കിട്ടും. അത് നമുക്ക് ഈ ഡിസൈനിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഗേൾ ഗേളിന്റെ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി എലമെന്റ്സ് നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്ത് വരും. കേട്ടോ? ഇതിൽ ജനറേറ്റ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് AI ഉപയോഗിച്ചിട്ട് ഉള്ള ഇമേജുകൾ കിട്ടാൻ വേണ്ടി. ഇപ്പോ സോറി കേരള കേരള ടീച്ചർ കേരള ടീച്ചർ എന്ന് മാത്രം കൊടുത്തു. കേരള ടീച്ചർ ഇട്ടോ നോക്കാം. ജനറേറ്റ് ഓപ്ഷൻ കൊടുത്തു. ഞാനിപ്പോ ലൈഫ് ഫ്രീ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ. സ്റ്റാൻഡേർഡ് ഫ്രീ ആയിട്ടുള്ള കേരള കൊടുത്തപ്പോ കുറെ കേരളത്തിന്റെ പിക്ചറുകളൊക്കെ വന്നു. ജനറേറ്റ് ചെയ്യുന്ന ഇപ്പൊ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 4 എണ്ണമാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ കേരളത്തിന്റെ കുറെ
സംവിധാനങ്ങൾ കേരളം നടിച്ചു പോകുന്നത്. ഇതൊക്കെ നമുക്ക് ഈ ഡിസൈനിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ആ, രണ്ട് കേരള ടീച്ചറുകളുണ്ട് ഇങ്ങനെ. ഇതിപ്പോ ജനറേറ്റ് ചെയ്ത് തന്നെയാണ്. നമ്മൾ ഏതിൽ ചെയ്യുന്ന പോലെ ജെമിനിയിലും ചാറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഇത് തയ്യാറാക്കി തന്നതാണ്. റിയൽ ടീച്ചർ എന്ന് പറഞ്ഞു കൊടുത്ത എനിക്കുള്ള ഈ ഓള് മാറ്റണം. ഇപ്പോ ഗ്രാഫിക്സ് ഇടണം അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ ചെയ്തിട്ട് റിയൽ ടീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ തയ്യാറാക്കി, സോറി, ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ റിയൽ ആയിട്ടുള്ള ഫോട്ടോസ് ഏതിൽ തയ്യാറാക്കണോ, ChatGPT തയ്യാറാക്കണോ, ഇതിൽ നമുക്ക് തയ്യാറാക്കി അപ്പൊ തന്നെ കയ്യിലൂടെ ഇതിനകത്ത് കൊണ്ടുവരില്ല. ഇനി ഇതില് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, കുറച്ച് എണ്ണം തീരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ChatGPT പോയിട്ട് അവിടെ ജനറേറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് എളുപ്പത്തിൽ വരാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ക്യാൻവയിലാണ് നമ്മൾ ചെയ്തത്. ക്യാൻവ എന്താണെന്നുള്ള ടൂള് നമ്മൾ പറഞ്ഞു. ക്യാൻവ പ്രധാനമായും ഉണ്ടോ, കുറച്ച് ടീച്ചേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുക. ഇനി ഇതിനെ നമ്മൾ ഒരു ചെയ്ത് വെച്ച ഒരു സാധനത്തിന് നമ്മുടെ ഫോണിലോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്ത് നമുക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് അവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് അല്ലെങ്കിൽ ഫോണിൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി ഡൗൺലോഡ് തുടങ്ങി ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. PNG ഫോർമാറ്റിലാണ് ഡൗൺലോഡ് ആകുന്നത്. ഇപ്പൊ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഡൗൺലോഡ് ഫോൾഡറിൽ വന്നു SHUPS PNG. ഓക്കെ, ഇതാണ് ഒരു ക്യാൻവയിൽ നമ്മൾ ഇന്ന് ചെയ്യണം ഒരു ടാസ്ക്. ഇനി അടുത്ത വേറൊരു വഴി, നമ്മൾ ഉണ്ടാക്കുന്ന വായന കാർഡുകളും റീഡിംഗ് കാർഡുകളും മറ്റ് വർക്കുകളൊക്കെ നമ്മൾ ChatGPT ഉണ്ടാക്കും അല്ലേ? ഇല്ലേ? ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും. അപ്പൊ അതിലൊക്കെ തെറ്റുകളും വരും. ആ തെറ്റുകൾ നമുക്ക് എങ്ങനെ ChatGPT-യിൽ തിരുത്താമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് അങ്ങനെ തയ്യാറാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചൊന്ന് ശരിയാക്കാം. അത് തയ്യാറാക്കി ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യാന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ചെയ്യാം. ഒരു മലയാളം റീഡിംഗ് കാർഡ് ഫോർ സ്റ്റാൻഡേർഡ്, ഇച്ചിരി വലിയ ക്ലാസ് ഇരിക്കട്ടെ, 6. 6ാം ക്ലാസ്സിന്റെ മലയാളം റീഡിംഗ് കാർഡാണ് ഉദ്ദേശിച്ചത്. ഇമേജ് ആണ് ഉദ്ദേശിച്ചത്. ക്രിയേറ്റ് മീ ഈ മലയാളം, ബാക്കി പേസ്റ്റ് ചെയ്യാം. ക്രിയേറ്റ് മീ ഒരു മലയാളം റീഡിംഗ് കാർഡ്. സോറി, ഇമേജ് കൊടുത്തില്ല. എന്താ ഇമേജ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് ഇതുവരെ തരാത്തത്. ക്രിയേറ്റ് മീ ഇമേജ് എടുപ്പ്. ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് മലയാളം റീഡിംഗ് കാർഡ്. ഇപ്പൊ അത് കറക്റ്റ് ആയില്ലേ? ക്രിയേറ്റ് മീ ഇമേജ് എന്ന് പറയുമ്പോൾ അതിനെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. വരട്ടെ. അപ്പോൾ ഒരെണ്ണം തയ്യാറാക്കി കിട്ടും. അതിനെ നമ്മൾ ഈ ക്യാൻവയിൽ കൊണ്ടുവരും. ക്യാൻവയിൽ കൊണ്ടുപോയി എങ്ങനെ നമുക്ക് തെറ്റ് കൂടാതെ, അല്ലെങ്കിൽ ഈ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വർക്ക്ഷീറ്റുകളൊക്കെ ക്യാൻവയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യ ഘട്ടത്തിൽ വെറുതെ ഒരു ഓൾറെഡി ഉള്ള ഡിസൈൻ, നമ്മുടെ ക്യാൻവയിലുള്ള ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു തെറ്റൊക്കെ ഉള്ള ഒരു ജനറേറ്റ് ചെയ്ത് തന്ന ഒരു തെറ്റിനെ നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട്
തെറ്റ് തിരുത്തിയൊക്കെ ചെയ്യാം. മലയാളത്തിലൊക്കെ ഒത്തിരി തെറ്റ് വരുമെന്ന് നമുക്കറിയാം. സാർ, മലയാളമായി. യെസ് ടീച്ചർ പറയൂ. സൗണ്ട് ഒന്നും കൂടെ ക്ലിയർ ആവോ? സൗണ്ട് ഇനി ഉച്ചത്തി പറയാം. ഉച്ചത്തി പറയാം. ഓക്കെ ടീച്ചേഴ്സ്, നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ക്ലിയർ ആണല്ലേ? ആ, യെസ് സർ. ഹലോ. ആ ക്ലിയർ ആണ്. ഓക്കെ, കുറച്ചുകൂടെ ഉച്ചത്തിൽ പറയാം. ഇപ്പൊ ഞാനൊരു മലയാളം റീഡിംഗ് കാർഡ് തയ്യാറാക്കിപ്പിച്ചു. 6ാം ക്ലാസ്സിലെ ആണ് തയ്യാറാക്കിയത്. ഇത്രേ കൊടുത്തുള്ളൂ. പ്രോംപ്റ്റ് എത്രയാ കൊടുത്തത് നിങ്ങൾ കണ്ടു. ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് എ മലയാളം റീഡിംഗ് കാർഡ് ഓഫ് സ്റ്റാൻഡേർഡ് 6 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പൊ പ്രകൃതിയുടെ വരദാനം. പ്രകൃതി നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. അവൾ നമുക്ക് വായു, ജലം, ഭക്ഷണം, വെളിച്ചം തുടങ്ങിയ അമൂല്യമായ സമ്മാനങ്ങൾ നൽകുന്നു. മരങ്ങൾ നമ്മുടെ ജീവന്റെ ആധാരമാണ്. അവ വായുവിനെ ശുദ്ധീകരിക്കുന്ന നദികൾ. മലയാളം റീഡിംഗ് കാർഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നു. ഞാൻ ഇതിനെ കോപ്പി എടുക്കുകയാണേ. നമ്മൾ തെറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുകളൊന്നും വരില്ല. എനിക്കിത് ഏത് സൈസിലാണ് വേണ്ടതെന്ന് പറയട്ടാ. എനിക്ക് A4 സൈസിൽ വേണം. ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ പ്രിന്റ് എടുത്ത് ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയി. അപ്പൊ A4 സൈസ് എങ്ങനെ ചെയ്യണം നമ്മൾ അറിയണ്ടേ? എങ്ങനെ ചെയ്യാ? ക്രിയേറ്റ് എടുത്തിട്ട് അത് പ്രിന്റബിൾ എന്ന് പറയുന്ന സാധനമാണ്. പ്രിന്റബിൾ. ഇവിടെ A4 കാണിക്കണം എന്ന് നോക്കണം. കാണിച്ചില്ലെങ്കിൽ വേറെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ മുകളിൽ A4 എന്ന് അടിച്ചു കൊടുത്താൽ A4 A4 ഒന്ന് ടൈപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ A4 കിട്ടും. പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. A4 സൈസിലെ A4 പർട്ടിക്കുലർലി പറയാൻ കാരണം പോർട്രേറ്റ് നമ്മൾ സ്ഥിരം പ്രിന്റ് എടുക്കാൻ A4 നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇഷ്ടമുള്ളത് നോക്കാം. നേരത്തെ ഒരു ഡിസൈൻ കാണിച്ചു തന്നതില് യൂട്യൂബിന്റെ സൈസാണ് 1080 900 സംതിങ്. ഇതിലും വന്നു നമുക്ക് ഡിസൈൻ സാമ്പിൾ തന്നേക്കുന്നു. ഇതിൽ ഇഷ്ടമുള്ള ഒരു തീം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. തീം വേണ്ട, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ പോസ്റ്റർ ഇരിപ്പുണ്ട്. അപ്പൊ പോസ്റ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പേസ്റ്റ് പോസ്റ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പേസ്റ്റ് കൊടുക്കും. പേസ്റ്റ് കൊടുത്ത് വന്നു. ഇവനെ നമ്മൾ പിടിച്ച് വലുതാക്കി ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെയൊക്കെ ചെയ്ത ആൾ പേരൊക്കെ വെക്കണം. പിന്നെ സ്കൂളിന്റെ പേരൊക്കെ വെക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാനിത് സൂം ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് മിഡിൽ മറ്റേ ഇതുണ്ടല്ലോ മൗസിന്റെ മിഡിലിൽ ഒരു ടയർ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലുതാക്കി ചെറുതാക്കി ചെയ്യാം. മലയാളം റീഡിംഗ് കാർഡ്. അതിന് പകരം എന്തോന്ന് അടിക്കാം. വെണ്ണില വെണിയില വെണ്ണില 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 സ്കൂൾ. വെറുതെ എന്റെ വായിൽ വന്ന ഒരു സ്കൂൾ വെണ്ണില സ്കൂൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് ഞാൻ അതിനെ കോപ്പി എടുത്ത് അതിനെ ഇവിടെ കൊണ്ടുവന്ന് ടെക്സ്റ്റ് എടുത്ത് ഒരു വലിയ ഹെഡിങ് കൊടുത്ത് ഈ ഹെഡ് ഇതെല്ലാം ടെക്സ്റ്റ് ആണ്. ചെറുത് ഇങ്ങനെ വലുതൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കൊടുക്കുക. ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പൊ ഇവിടെ വന്നു. അപ്പൊ അതിനെ പേസ്റ്റ് ചെയ്തു. ഉണ്ടല്ലോ, പേസ്റ്റ് ചെയ്ത ഒരെണ്ണം കൂടുതൽ വന്നേക്കുന്നു. അവനെ നമ്മൾ ഡിലീറ്റ് കൊടുത്ത് കളഞ്ഞു. വെണ്ണില സ്കൂൾ. ഇവനെ പിടിച്ചങ്ങ് ചെറുതാക്കി. വെണ്ണില അവിടെ കിടക്കട്ടെ. ഈ ഈ കാണുന്ന ഇതിൽ പിടിച്ച് വലിച്ച ഇങ്ങനെ വലുതാക്കാം. കണ്ടോ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലുതാക്കാം. വെണ്ണില സ്കൂളിനെ എടുത്ത് ഇവിടെ വയ്ക്കും. എനിക്കിത് മറയണം. ഈ മലയാളം റീഡിംഗ് കാർഡ് കാണണം. ഇനി ഇപ്പൊ എന്തായി? നമ്മുടെ ടെക്സ്റ്റ് ആയി. അതിനൊരു ബ്ലാക്ക് കളർ കിടപ്പുണ്ട്. ഈ എഫക്ട്സ് എന്ന് പറയുന്ന സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ മഞ്ഞ കളറാണ് അതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടും. ഈ മഞ്ഞയെ മാറ്റിയിട്ട് ഈ കാണുന്ന കളറില്ലേ, ആ കളർ കൊടുക്കും. അതെങ്ങനെ കൊടുക്കും? മഞ്ഞയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വരും. ഇപ്പൊ ഇതിൽ ഏത് കൊടുത്താലും അത് ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഇപ്പൊ വൈറ്റ് കൊടുത്താൽ അത് വരും. ഇത് കൊടുത്താൽ ഇത് വരും. പർട്ടിക്കുലർലി ഈ കളർ തന്നെ പിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് പിക്ക് എ കളറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുത്തു. ഇതാവുന്നു വെണ്ണില സ്കൂൾ. ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം അതൊന്നും കഴിഞ്ഞു. കൂടി പറയൂ സാർ, ഒന്നും കൂടി പറയൂ. തീർച്ചയായും 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 എഫക്റ്റിലല്ലേ? തീർച്ചയായും ഞാനതൊന്ന് വലുതാക്കി വെച്ചിട്ട് ഒരിക്കൽ കൂടെ കാണിച്ചിട്ട് 1 2 3 ഒക്കെ കാണിക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചെയ്യുന്ന ചെയ്യുന്ന ഇതിനെ നമ്മൾ എടുക്കണം. നമ്മൾ അതിനെ മറയ്ക്കണം.
വെക്കുന്ന രീതിയിൽ ചെയ്യാം. ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം ടീച്ചർ. ഈ കളറും കൂടെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതേ കളർ, ഈ പിക്ക് ചെയ്ത കളറിൽ ക്ലിക്ക് ചെയ്ത് ആ കളറിൽ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ വെണ്ണില സ്കൂളായി. ഫോണ്ടൊക്കെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിനകത്ത്. ആവശ്യമുള്ള ഫോണ്ടൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഫക്ട്സിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്പ്രെഡ്നെസ് ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. ഇങ്ങനെ സ്പ്രെഡ്നെസ് കൂട്ടി വെക്കാം. എങ്ങനെയാ ചെയ്തേ പറ്റി കൂടെ പറയാം. അപ്പൊ അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു, ടെക്സ്റ്റ് എടുത്ത് വെച്ചു. ആഡ് ഹെഡിങ്ങോ ആഡ് ടെക്സ്റ്റ് ബോക്സോ ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ആഡ് എ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ സാധനം വന്നു കണ്ടോ. നമ്മൾ ടെക്സ്റ്റ് എവിടെ കിടപ്പുണ്ട്? മംഗ്ലീഷ് കീബോർഡിനകത്ത് കിടപ്പുണ്ട്. മംഗ്ലീഷ് കീബോർഡിൽ നിന്ന് ടെക്സ്റ്റിനെ കോപ്പി എടുത്ത്, മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഗൂഗിളിൽ എടുത്തിട്ട് മംഗ്ലീഷ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മംഗ്ലീഷ് കീബോർഡ് കിട്ടും. അതിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഹലോ ഹലോ എന്ന് പറഞ്ഞ് വരും, ഇങ്ങനെ വരും. ഓക്കെ, വളരെ എളുപ്പമാണ്. അതിനെ കോപ്പി എടുത്ത് നമുക്ക് വേണ്ട ചാറ്റ് ജിപിടിയിലോ ക്യാൻവയിലോ ഒക്കെ കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു വെണ്ണില സ്കൂൾ. കണ്ടല്ലോ വെണ്ണില സ്കൂൾ താഴെ വെണ്ണില സ്കൂൾ. ഞാൻ ബോൾഡ് കൊടുത്തു, കുറച്ചൊന്ന് വലുതാക്കി. എനിക്ക് വേണ്ട ഇവിടെ കൊണ്ടുവയ്ക്കണം. ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് മറയേം വേണം, ഈ റീഡിംഗ് കാർഡ് കാണരുത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എഫക്ട്സ് എടുത്തിട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കൊടുക്കും. ആ ഇത് ഓരോന്നിലും അതിൻ്റെ അത് കാണിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലത്തെ ഒരു ഡിസൈൻ ആവാൻ വേണ്ടിയിട്ടുള്ള. നമുക്കിവിടെ വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ടൂളാണ്. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മഞ്ഞ കളറാണ് ആദ്യം കാണിക്കുന്നത്. മഞ്ഞ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടത് ഈ ഒരു ക്രീം കളറാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് എ ന്യൂ കളർ. ഇതിൽ ഒരുപാട് കളർ കിടപ്പുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. അത് വേണമെങ്കിൽ ഇതങ്ങ് കൊടുത്തങ്ങ് പോവാം. വേണ്ട, എനിക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതേ കളർ തന്നെ പിക്ക് ചെയ്യാം. അപ്പൊ അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഇവനെ ഇങ്ങനെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും ചെയ്ത ഹല്ലാസ് കഴിഞ്ഞു. സൈസുകൾ കൂട്ടുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ എഫക്ട്സിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്പ്രെഡ്നെസ്സും റൗണ്ട്നെസ്സും ഒക്കെ കുറയ്ക്കാനും കൂട്ടാൻ. റൗണ്ട്നെസ് അതിന്റെ ബോർഡറിൽ വരുന്ന റൗണ്ട്നെസ് ആണ് കേട്ടോ. വേറൊരു കളർ എടുത്ത് കാണിച്ചു തരാം. ബോർഡറിൽ വരുന്ന റൗണ്ട്നെസ് ആണ് റൗണ്ട്നെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, റൗണ്ട്നെസ് സീറോ ആക്കി ഇങ്ങനെ. സ്പ്രെഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതലുള്ള സ്പ്രെഡ്. അപ്പൊ ഈ കളർ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ അകത്തുനിന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം ആയപ്പോൾ മനസ്സിലായിട്ടുണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. നോർമൽ ക്യാൻവയിൽ ഇതെല്ലാം ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടോ സാർ? അതോ പ്രോ ഉണ്ട്, ഇത് വേണ്ടി വരുമോ? നോർമലാണ്. ഇത് നോർമലാണ്. ഞാനിപ്പോ നോർമൽ തന്നെ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നോർമലാണ്. ഓക്കെ ഓക്കെ. പ്രീമിയം അല്ല. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഇത് ചെയ്തേ. ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ താഴെ ഇതിങ്ങനെ പറഞ്ഞാൽ സാധാരണ കീം എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ മറ്റേത് പ്രോ എന്ന് പറഞ്ഞ് വന്നേ. ഓക്കെ, അപ്പോ അതായത് നമുക്ക് കിട്ടുന്ന എല്ലാ പോസ്റ്ററുകളും നമ്മൾ തയ്യാറാക്കുന്ന റീഡിംഗ് കാർഡുകളൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് വർക്ക് കാണിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഐഡിയാസ് കിട്ടും. ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് വർക്കുകൾ കൂടെ ഒന്ന് ഓപ്പൺ ആക്കി തരാം. ഒരു 15 മിനിറ്റ് പെട്ടെന്ന് പറയാം. അപ്പൊ ഇതിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഓരോന്നോരോന്നായി ട്രൈ ചെയ്ത് വീഡിയോയുടെ ക്യാൻവ എടുത്തിട്ട്
നമ്മൾ ഇതിനകത്ത് ചെയ്തു വെച്ചേക്കും നമ്മുടെ ഈ ഡെയിലി എല്ലാ ദിവസവും വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മാത്സ്, ഈ മാത്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ വർക്ക്ഷീറ്റുകളൊക്കെ തരുന്നില്ലേ. അതിങ്ങനെ ഈ ക്യാൻവയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഇതിനകത്ത് തയ്യാറാക്കിയിട്ട് ChatGPT പോലുള്ള സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയിട്ട് ക്യാൻവയിലോട്ട് കൊണ്ടുവന്ന് അതിനകത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ അതാണ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത്, അങ്ങനെ ഷെയർ ചെയ്ത വർക്കുകൾ വീണ്ടും പഴയ ക്യാൻവ ക്യാൻവ ബ്രൗസർ. സമയം കളയണ്ട പുതിയ ബ്രൗസർ എടുത്ത് പുതിയ ഇമെയിൽ ID ക്യാൻവ ക്യാൻവ എന്ന് കൊടുത്ത് ലോഗിൻ കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള ഇമെയിലിനകത്ത് തന്നെ കയറി കഴിഞ്ഞാൽ അതിന്റെ ക്യാൻവ കിട്ടും. എങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ വർക്കുകൾ ഓരോ ഇമെയിൽ ID ഓരോ വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. റീസെന്റ് വർക്ക്സ് ആണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന റീസെന്റ് വർക്ക്സ് ആണ്. ഇതിനകത്ത് ഇംഗ്ലീഷിന്റെ വർക്ക്ഷീറ്റ് ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തും എന്താണ് സാധനം. അപ്പൊ അതൊന്ന് ഓപ്പൺ ആക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തൊക്കെ വർക്കുകളാണ് നമ്മൾ ചെയ്ത്. ഇതുപോലെ ചെയ്യാം, വളരെ എളുപ്പമാണ്. ഉണ്ടോ? ഇത് കണ്ടോ? അതിനകത്ത് ഇത് ഫസ്റ്റ് പേജാണ്, ഇത് സെക്കൻഡ് പേജാണ്. ഇത് നമ്മൾ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഇത് കാണും. ഇത് നമ്മൾ ഓരോന്നായിട്ട് അടുക്കി 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 വെച്ച് ചെയ്തതാണ്. ഒരു ഫ്ലവറിനെ ജനറേറ്റ് ചെയ്തിട്ട് ഓരോ ഇതായിട്ട് ഇങ്ങനെ വെച്ച് റൂട്ട്, സ്റ്റെം, ഫ്ലവർ, ലീഫ് എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത മാനുവലി ചെയ്ത്, അല്ലാതെ വെച്ചിട്ട് തയ്യാറാക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഇത് ജനറേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കുന്നതാണ് ഇതൊക്കെ. വെറുതെ കണ്ട, ഇതൊക്കെ ടെക്സ്റ്റുകളാണ്. അത് പിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. ഇതൊക്കെ ഓരോ പേജുകളാണ്. ഓരോ പേജായിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ഫുള്ള് ChatGPT ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഹെഡിങ്ങും ഒക്കെ ടൈപ്പ് ചെയ്ത് വെച്ച് ഇതാണ് ഒരു വർക്ക്. ഇങ്ങനെയാണ് നമ്മളൊരു വർക്ക് ചെയ്ത് ക്യാൻവയുടെ സഹായത്താൽ. ഇങ്ങനെ ഓരോ പേജ് നമ്മൾ ഇതിനകത്ത് എത്ര പേജ് ഉണ്ട് ഇങ്ങനത്തെ താഴോട്ടെടുക്കുമ്പോൾ കാണും. ഓരോന്നിന്റെയും പേജ് ഉണ്ട് 34, 35. ഈ പേജുകളൊക്കെ നമുക്ക് എഡിറ്റും ഡിലീറ്റും ചേർക്കുകയൊക്കെ ചെയ്യാം. ഇതെണ്ണം ചെയ്ത് കാണിച്ച് ഇപ്പൊ ഈ പേജ് ഉണ്ട്. ഇനി ഇതിന്റെ അടുത്ത പേജ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. അപ്പൊ ഈ രണ്ടും ഒരുപോലെ ആയി. അതിനകത്ത് അടുത്ത ദിവസം ചെയ്യുമ്പോൾ ഇതിനകത്ത് 27 എന്ന് കൊടുത്ത് 26, 27 ഇതായിരിക്കും നാളെ വരിക. അപ്പൊ ഈ കണ്ടന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അതിന്റെ ആ സാധനത്തിനെ നമ്മൾ എടുത്ത് ഇതിനകത്ത് വെച്ചാൽ തീർന്നു, അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് അങ്ങനെ 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 നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ഷീറ്റൊക്കെ തയ്യാറാക്കി, നോട്ടുകളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കുറിച്ച് ക്യാൻവയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ക്യാൻവയെ ഒന്ന് ചെയ്ത് നോക്കുക, വർക്കുകളൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ചോദിക്കണേ. ഇപ്പൊ നമ്മളിത് ചെയ്തതിൽ എന്തെങ്കിലും 12 പേരുണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ ടീച്ചേഴ്സ്. ഓക്കെയാണ് സർ. ക്ലിയർ ആണ്, താങ്ക് യു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, മറ്റാർക്കെങ്കിലും. ഇങ്ങനെയാണ് ഈ എറർ വരുന്നത്. ഈ എററുകൾ തിരുത്തുന്നത് ഈ മലയാളത്തിൽ വരുന്ന അല്ലെങ്കിൽ മറ്റു ഭാഷ തെറ്റുകളെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഓപ്ഷൻ. പിന്നെ കുറേയൊക്കെ ഇതിനകത്ത് പ്രോംപ്റ്റിൽ തന്നെ ഞാൻ നേരത്തെ ഒരു ഇത് ചെയ്തില്ലേ, ഒരു ഒരു കാറിന്റെ ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറയുന്ന പ്രോംപ്റ്റ് പിന്നീട് 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 തിരുത്തി 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 പോവുക. അതിന്റെ താഴെ കറക്ഷൻ ഇവിടെ തിരുത്തി കൊടുക്കാം. ഇതില് മറ്റെന്തെങ്കിലും ചേഞ്ചസ് ആണെങ്കിൽ ഇതിന്റെ താഴെ കൊടുക്കുമ്പോൾ അതിന് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഞാൻ ഫസ്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മലയാളം ഒന്ന് വന്നതേ ഉള്ളൂ. ഇപ്പൊ കുറെ തെറ്റുകൾ കുറഞ്ഞു 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 വരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്നതോറും കൂടുതൽ ഡെവലപ്പ് ആവുകയാണ്. മലയാളത്തിന് ഇനി അധികം തെറ്റുകൾ വരില്ല എന്നാണ് തോന്നുന്നത്.
എഐയിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എ ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സംശയങ്ങൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ ക്ലാസ് ഡേ ത്രീക്കകത്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. സേവ് കൊടുക്കുക. സേവ് കൊടുത്ത ഇതെടുക്കുക, ഇത് മാത്രമാണ്. പിന്നെ മറ്റേ ചെറിയൊരു പ്രോംപ്റ്റ് ഉള്ള ക്രിയേറ്റ് മീ പ്രോംപ്റ്റ് ഫോർ ജനറേറ്റിംഗ് സിമിലിയർ ഡിസൈൻ എന്ന് പറയുന്ന ആ പ്രോംപ്റ്റ് കൊടുത്ത് നമ്മുടെ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഇമേജിനെ പോലെ മറ്റൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത് അതിനെ ഒന്ന് ഇടുക നമ്മുടെ ഗ്രൂപ്പിൽ. അതാണ്. പിന്നെ ഈ ക്യാൻവയിൽ കുറെ വർക്കുകളൊക്കെ എടുത്ത് വെച്ച് ചെയ്ത് അതിനെയൊക്കെ ഇടാം. ഓക്കെ, ഇന്ന് ഈ രണ്ട് അസൈൻമെന്റ് ആണ് ഉള്ളത്. കുറെ ഡിസൈൻസ് നമ്മൾ ഇതുപോലെ പിൻട്രസ്റ്റ് പോലുള്ള സ്ഥാനത്ത് നിന്ന് എടുക്കണം. അഡ്മിഷൻ സ്റ്റാർട്ടഡോ അല്ലെങ്കിൽ സ്കൂൾ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും സുലഭമായിട്ട്. അപ്പൊ അതിനെയൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, സേവ് ചെയ്ത് ചാറ്റ് ജി പി ടിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറയും, ക്രിയേറ്റ് മീ സിമിലർ ഇമേജ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത് അതിനെ നമ്മുടെ പ്രോംപ്റ്റ് ഉണ്ടാക്കുക. പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പ്രോംപ്റ്റിനകത്ത് ആവശ്യമുള്ള മാറ്റം കൊടുത്ത് നമ്മുടെ സ്കൂളും നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ എൻ്റർ ചെയ്ത് നമുക്ക് വേണ്ടിയിരുന്ന ഒരു സാധനം ജനറേറ്റ് ചെയ്ത് ഇമേജുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, വേറെ സംശയമൊന്നുമില്ലെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ വ്യാഴാഴ്ചയാണ് കാണുന്നത്. അല്ലല്ല, നാളെ നാളെ കാണും. നാളെ സൺഡേ നാളെ ആണ്. ഉണ്ടാവില്ല. നാളെയാണ് സൺഡേ. അപ്പൊ നാളെ നമുക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത് നോക്കുന്ന വീഡിയോയ്ക്ക് വളരെ സഹായമായിരിക്കും. ഇതൊന്ന് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ക്ലാസ് നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് വീഡിയോസ്, ഒരു രണ്ട് ടൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് ഞാൻ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം മെസ്സേജ്, ഏതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഓക്കെ സർ. ആ രണ്ട് ആപ്പും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ. ഓക്കെ ഓക്കെ. ഓക്കെ ടീച്ചേഴ്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.